സോ ഐഫോൺ യൂസേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് ഡേറ്റ റിക്കവറി എന്നുള്ളത്. ഇതിന് ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചിട്ട് റീസെല്ല് ചെയ്യുന്ന അല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ പോകുന്ന ഫോണിൻ്റെ ഡേറ്റ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മളുടെ പ്രൈവസിയുടെ ബ്രീച്ചാണത്. പ്രത്യേകിച്ച് നമ്മളെ പേഴ്സണൽ ഫോട്ടോസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് എല്ലാം മറ്റൊരാൾക്ക് സ്റ്റീൽ ചെയ്യാൻ അല്ലെങ്കിൽ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. എന്നാൽ ഓൺ ദ അതർ ഹാൻഡ് ഇതിൻ്റെ പോസിറ്റീവ് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഫോൺ അതിൽ നിന്നൊരു ഫോട്ടോ, വീഡിയോ അല്ലെങ്കിൽ ഒരു ഫയൽ ഡിലീറ്റ് ആയിപ്പോയി, നമുക്കത് എമർജൻസി ആയിട്ട് വേണ്ടതാണ് അല്ലെങ്കിൽ അർജൻറ്റാണ്, അത് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുവാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് തിങ്, റൈറ്റ്? സോ ഇതാണ് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ സിനാരിയോ, യൂസ്ഡ് ഫോൺ സെല്ല് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് ഡേറ്റ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കത്തില്ല. അത് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാലും സാധിക്കത്തില്ല. കാരണം നമ്മളെ ഫോൺ സെല്ല് ചെയ്യുന്നതിന് മുന്നേ ഇറേസ് ഓൾ കണ്ടൻറ്റ് ആൻഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളിത് സെല്ല് ചെയ്യുന്നതെങ്കിൽ ഓഫ് കോഴ്സ് 100% ഇതിലെ ഡേറ്റാസ് നമുക്ക് റിക്കവറബിൾ അല്ല. എന്നാൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോൺ അതിൽ നിന്ന് ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു ഫയൽ നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അതിനാണ് ഞാൻ ഇന്ന് ഈ പരിചയപ്പെടുത്തുന്ന ടെനോഷൻ്റെ ULT ഡേറ്റ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ. ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് മാക്കിലും വിൻഡോസിലും അവൈലബിൾ ആണ്. സോ ഇതാണ് ടെനോഷൻ്റെ വെബ്സൈറ്റ്. ഇതിൽ ULT ഡേറ്റ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കീ ഫീച്ചേഴ്സാണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് സെലക്ട് ആൻഡ് റിക്കവറി ഡിലീറ്റഡ് ഫോട്ടോസ്, വീഡിയോസ്, മെസ്സേജസ്, കോൺടാക്ട്സ്, അങ്ങനെ 35-ലധികം സപ്പോർട്ടഡ് ഫയൽ ഫോർമാറ്റ്സ്. 2 ഇതിൻ്റെ സോഷ്യൽ മീഡിയ ഫീച്ചേഴ്സാണ്. ഇതിലൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്സാപ്പ് ബിസിനസ്, ടെലഗ്രാം, ഇതിലൊക്കെ വന്നിട്ടുള്ള എന്തെങ്കിലും ഫയൽസോ അല്ലെങ്കിൽ കോൺവെർസേഷൻസോ ഫോട്ടോസോ വീഡിയോസോ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് റിക്കവർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിനൊരു സർട്ടൻ ലിമിറ്റ് ഉണ്ട്. അതായത് നമ്മളുടെ ഫോണിൽ നിന്ന് ഈ ഫോട്ടോ അല്ലെങ്കിൽ ഫയൽ നഷ്ടപ്പെട്ടിട്ട് 3 അതിലധികം ദിവസങ്ങളായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. സോ ടൈം കൂടുന്നതനുസരിച്ച് റിക്കവറിക്കുള്ള പോസിബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വൺസ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതിൽ സ്ട്രെയിറ്റ് ഫ്രം ദ ഡിവൈസ് നമുക്ക് നഷ്ടപ്പെട്ട ഡേറ്റ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം ഐട്യൂൺസിലോ ഐക്ലോഡിലോ നിങ്ങൾക്ക് ബാക്കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബാക്കപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡേറ്റ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ULT ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴെ കാണുന്ന പോലെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടും അതിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ഫയൽസ് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. ആൻഡ് സൈഡ് മെനുവിൽ നമുക്ക് സിസ്റ്റം റിപ്പയർ ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ നമ്മൾ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി ഐഫോൺ എയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ റീസെൻ്റ്ലി ഡിലീറ്റ് ചെയ്തേക്കുന്ന ഇമേജസോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് കാണാം. ജസ്റ്റ് ഞാൻ കണക്ട് ചെയ്തു. ഇനി ഫോട്ടോസ് ആപ്പ് ഓപ്പൺ ചെയ്തു. അതിൽ കളക്ഷൻ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ റീസെൻ്റ്ലി ഡിലീറ്റ് ഓപ്ഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഒരു ഇമേജോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ക്ലീൻ ആണ്, ഒന്നും ഇല്ല. കുറേ ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ യൂസ് ചെയ്തപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഇമേജസ് റിക്കവർ ആകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ആപ്പ് ഒന്നും കൂടെ നമുക്കൊന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫോട്ടോ ഡേറ്റ റിക്കവറി, ഐഫോൺ ഐപാഡ് ഡേറ്റ റിക്കവറി ഓപ്ഷനാണ്. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യും, സെലക്ട് ചെയ്യുന്നു. ആവശ്യമുള്ളത് മെസ്സേജസ് ഒന്നും എനിക്ക് വേണ്ട, കോൺടാക്ട്സ്, തേർഡ് പാർട്ടി, ഇതെല്ലാം ഞാൻ ഡിസേബിൾ ചെയ്തു. എനിക്ക് വേണ്ടത് ഫോട്ടോ, വീഡിയോയും വേണ്ട, ഫോട്ടോ മാത്രം മതി. സോ ഞാൻ സ്കാൻ ഓപ്ഷൻ ടാപ്പ് ചെയ്യുന്നു. സ്കാനിങ് നടക്കുവാണ്, ഡിവൈസ് കണക്റ്റഡ് ആണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് അനുസരിച്ചും ഇമേജിൻ്റെ സൈസൊക്കെ അനുസരിച്ചിട്ടായിരിക്കും സ്കാനിങ് ഡിലേ ആകുന്നത്. സോ വളരെ കുറച്ച് ഇമേജസ് മാത്രമേ ഉള്ളൂ ഈ ഫോണിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പം സ്കാൻ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നമ്മളുടെ ഇമേജ്, അതായത് ഫോട്ടോ ലൈബ്രറിയിലുള്ള എല്ലാ ഇമേജും കാണിക്കുന്നുണ്ട്. 104 ഇമേജസ് ആണ് കാണിക്കുന്നത്. സോ ഇവിടെ നമുക്ക് എത്ര ഫയൽസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ടോപ്പിൽ നിങ്ങൾ കാണാം ടോട്ടൽ 100 ഇമേജസ് ആണ് എൻ്റെ ലൈബ്രറിയിലുള്ളത്. ഓക്കെ, ഇനി ഇതിൽ കാണിക്കുന്നത് 104 എണ്ണമാണ്. ഇതിൽ ഈ ഷോ ഓൾ എന്നുള്ള ഓപ്ഷൻ മാറ്റി ഷോ ഓൺലി ഡിലീറ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഡിലീറ്റ് ചെയ്തേക്കുന്ന ഇമേജസ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇതിൽ ഞാൻ ഏതെങ്കിലും ഈ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് കാണാം എന്താണ് ഇമേജ്, എങ്ങനെയായിരുന്നു എന്നൊക്കെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഇമേജ് സെലക്ട് ചെയ്ത് കഴിയുമ്പം എത്രയാണ് ഇതിൻ്റെ ഡേറ്റ റിക്കവറി സൈസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 1.9 MB ആണ്. എത്ര ഇമേജസ് അതുപോലെ ഇവിടെ റിക്കവറബിൾ ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഇമേജ്, സ്ക്രീൻഷോട്ടുകളാണ് ഇതെല്ലാം, ഇതാണ് ഫോണിൽ യൂസ് ചെയ്യുന്നത്. സോ റീസ്റ്റോർ ടു മാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ടാപ്പ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് കാണാം മാക്കിലേക്ക് റീസ്റ്റോർ ആയിട്ടുണ്ട്. എവിടെയാണ് അത് ഓപ്പണായി വരും ആ ഫോൾഡർ, ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പം റിക്കവർ ചെയ്തേക്കുന്ന ആ ഇമേജസ് എനിക്ക് തിരികെ അതുപോലെ തന്നെ ഫുൾ ക്വാളിറ്റിയിൽ ലഭിക്കുന്നതാണ്. സോ ഇങ്ങനെ നിങ്ങളുടെ ഇമേജസ് ഇതെപ്പോഴും 100% പെർഫെക്റ്റായിട്ട് ഡേറ്റാസ് റിക്കവർ ചെയ്യും എന്നുള്ളത് ഉറപ്പൊന്നുമില്ല. ഫ്രീക്വൻ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഡേറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓവർലാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ചിലപ്പം കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യാൻ സാധിക്കാതെയും വന്നേക്കാം. സോ
കംപ്ലീറ്റ്ലി 100% ഞാൻ ഡിപ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്നില്ല, പക്ഷേ ഒരു 80-85% എന്തായാലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഫോട്ടോ വീഡിയോസൊക്കെ അല്ലെങ്കിൽ ഡേറ്റാസ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്. ജസ്റ്റ് ഹോമിലേക്ക് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സിസ്റ്റം റിപ്പയർ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഫോർഗോട്ട് പാസ്വേഡ്, സ്റ്റക്ക് അറ്റ് ആപ്പിൾ ലോഗോ, ഡിവൈസ് ബൂട്ടപ്പ് ആകുന്നില്ലെങ്കിൽ എറർ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വന്നാൽ നമ്മുടെ OSൻ്റെ ഇഷ്യൂ വിത്തൗട്ട് ഡേറ്റ ലൂസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു സിസ്റ്റം റിപ്പയറിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സോ നിങ്ങൾ ഉപയോഗിക്കുന്ന iOS ഡിവൈസിൻ്റെ ഡേറ്റ റിക്കവറി പ്രത്യേകിച്ചും ഈ ഒരു ടൈം ലിമിറ്റിനുള്ളിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 80% വരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഫയൽസ് റിക്കവർ ചെയ്യാൻ സാധിക്കും. ഒരിക്കലും സെല്ല് ചെയ്യാൻ വെച്ചിരിക്കുന്ന, അതായത് ഇറേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആൻഡ് സെറ്റിങ്സ് ഇറേസ് ചെയ്തിട്ടുള്ള ഫോണാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഡേറ്റ റിക്കവറബിൾ അല്ല. ഈ ഒരു സോഫ്റ്റ്വെയർ പെയ്ഡാണ്, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിലെ ചില കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി റിക്കവർ ഓപ്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് അപ് ടു 30 days മണി ബാക്ക് ഗ്യാരണ്ടിയും ടെനോഷെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മെല്ലൻ. Catch you guys in the next one. Until then, peace.